ഇന്ന് വളരെ എളുപ്പത്തിൽ സോയാ പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നല്ല സ്വാദോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സോയ ചങ്ക്സ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതായിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കാം. ഞാനിപ്പോൾ ഇത് 2 പേർക്കുള്ള പുലാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബാസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല വെള്ളത്തിൽ കുതിർത്താനായിട്ട് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഇതെല്ലാതും നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ സോയ ചങ്ക്സും തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സോയ ചങ്ക്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറൂലേ, അങ്ങനെ നന്നായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ സോയ ചങ്ക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാതും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സോയ ചങ്ക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫ് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോള നീളത്തിലരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുക. സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് കളറായാൽ മതി, ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് ലൈറ്റ് കളറായതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളകൊന്ന് പോകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ തക്കാളി വേഗം തന്നെ വെന്ത് കിട്ടും, അതുപോലെ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരും. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്തിൽ നമുക്ക് ഒരു 1/2 കപ്പ് തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. തൈരും ഈ മസാലകളൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തക്കാളി വെന്തോ നോക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഈ മിക്സാക്കി വെച്ചേക്കണ തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ തീ നല്ല സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇളക്കിയെടുക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ സിമ്മിൽ വെച്ചാൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വരും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് നേരം ഒരു 3-4 മിനിറ്റൊക്കെ നമുക്ക് സിമ്മിൽ വയ്ക്കാം. സിമ്മിൽ വയ്ക്കുമ്പോൾ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട മേലെ എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിനയില ഇല്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ചേർക്കണുള്ളൂ. മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിക്കണ സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഞാനിപ്പോൾ ഇതിൽ കുറച്ചധികം സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് സോയ ചങ്ക്സ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറച്ചോ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ബേ ലീഫൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ മസാലയിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ അതിൽ തന്നെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ മസാലയൊക്കെ സോയ ചങ്ക്സുമ്മേ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്
നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിക്കണമെന്ന് വെച്ചാൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ വേവിക്കുകയാണെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിൽ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചേക്കണ ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ബാസ്മതി റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം സിമ്മിൽ വെക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പിൻ്റെ അളവൊന്ന് കുറച്ചൊന്ന് മുമ്പിൽ നിൽക്കണം കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ മതി കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ തുറക്കണ്ട. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ തുറന്നാൽ ചോറ് ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇപ്പോൾ കണ്ട ഒന്നിനൊന്നും ഒട്ടാണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു റൈത്ത മാത്രം മതിയാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.